झटपट और नटखट എന്ന പാഠഭാഗത്തിന്റെ ബാക്കിലത്തെ എക്സസൈസസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഹാനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സസൈസസിലേക്ക് പോകാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. कहानी के पात्रों की विशेषताएं पहचाने, सही मिलान करें. നമ്മുടെ കഹാനിത്തെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. 3 കോളങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ. ആദ്യത്തെ കോളത്തിൽ നമ്മുടെ കഹാനിയുടെ ക്യാരക്ടേഴ്സിൻ്റെ 2 ക്യാരക്ടേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നട്ട്ഖട്ട്, ജട്ട്പട്ട്. അടുത്ത കോളത്തിൽ കോ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സെൻറ്റൻസസിൻ്റെ ഇടയ്ക്ക് ചേർക്കുന്ന പ്രപ്പോസിഷൻസ് ഇല്ലേ, അതിൽ ഒരു ആളാണ് ഈ കോ എന്ന് പറയുന്നത്. അടുത്ത കോളത്തിൽ കുറച്ച് ഫ്രേസസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കിതെല്ലാം ചേർത്ത് മീനിങ് ഫുൾ സെൻറ്റൻസസ് ആയിട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം 3rd കോളത്തിൽ ഫസ്റ്റ് ഫ്രേസ് വായിക്കാം. കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. ആർക്കാണ് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം? നട്ട്ഖട്ടിനാണല്ലേ. അപ്പോൾ നട്ട്ഖട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. നമ്മൾ നട്ട്ഖട്ടിന് എന്ന് പറയുന്നുണ്ടല്ലേ, ആ ന് എന്നുള്ളതാണ് കോ. അപ്പോൾ കോവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ എഴുതേണ്ടത്. നട്ട്ഖട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹെ. നട്ട്ഖട്ടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. ഈ അടുത്ത ഫ്രേസ് വായിക്കാം. നദി മേ തേർന ആത്താ ഹെ. നദിയിൽ നീന്താൻ അറിയാം. ജട്ട്പട്ടിനാണ് നദിയിൽ നീന്താൻ അറിയാം. അപ്പോൾ ജട്ട്പട്ടിന് നദിയിൽ നീന്താൻ അറിയാം. ജട്ട്പട്ട് കോ നദി മേ തേർന ആത്താ ഹെ. അടുത്തത് വായിക്കാം. ബാഗ് സേ ആം തോಡ್ತಾ ഹെ. തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിക്കും. നട്ട്ഖട്ടാണ് തോട്ടത്തിൽ നിന്ന് മാങ്ങ പറിക്കുക അല്ലേ. നട്ട്ഖട്ട് ബാഗ് സേ ആം തോಡ್ತಾ ഹെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നട്ട്ഖട്ടിന് എന്ന് പറയുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ കോൻ്റെ ആവശ്യമില്ല. നട്ട്ഖട്ട് ബാഗ് സേ ആം തോಡ್ತಾ ഹെ. അടുത്ത ഫ്രേസ് വായിക്കാം. മാ സേ ശിക്കായത് കർത്താ ഹെ. അമ്മയുടെ അടുത്ത് പോയിട്ട് കംപ്ലൈൻറ്റ് പറയും. ജട്ട്പട്ടാണ് അമ്മയുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയുക. അപ്പോൾ ജട്ട്പട്ട് മാ സേ ശിക്കായത് കർത്താ ഹെ. ഇവിടെയും കോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ബർഗത് കി ജടേം പക്കഡ്കർ ഝൂല ഝൂൽത്താ ഹെ. ആൽമരത്തിൻ്റെ തൂങ്ങിക്കിടക്കുന്ന വേരുകളിൽ പിടിച്ചിട്ട് ഊഞ്ഞാലാടും. നട്ട്ഖട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് അല്ലേ. ഇവിടെയും കോൻ്റെ ആവശ്യമില്ല. നട്ട്ഖട്ട് ബർഗത് കി ജടേം പക്കഡ്കർ ഝൂല ഝൂൽത്താ ഹെ. ഛോട്ടേ കാ ഹാത്ത് പക്കഡ്കർ ദോഡാത്താ ഹെ. അനിയൻ്റെ കൈ പിടിച്ച് ഓടിപ്പിക്കും. ഇവിടെ അനിയൻ്റെ എന്ന് കൊടുത്തിട്ടുള്ളപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചേട്ടനാണത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ജട്ട്പട്ട് ഛോട്ടേ കാ ഹാത്ത് പക്കഡ്കർ ദോഡാത്താ ഹെ. ഇവിടെയും കോൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾ സെൻറ്റൻസസ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണേ. കഹാനി സേ ശബ്ദ ജോഡേ ചുനെ അപ്നെ വാക്യ മേ പ്രയോഗ് കരേ. കഥയിൽ നിന്ന് ശബ്ദ ജോഡികളെ തിരഞ്ഞെടുത്ത് നമ്മുടേതായിട്ടുള്ള സെൻറ്റൻസസിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കഹാനിയുടെ ഫസ്റ്റ് പേജിൽ തന്നെ 3rd പാരഗ്രാഫിൽ 2 ശബ്ദ ജോഡികളുണ്ട്. തേസ് തേസ് ധീരെ ധീരെ. झटपट तेज तेज चलता था. नटखट ധീരെ ധീരെ. ഞാൻ നല്ല സ്പീഡിലാണ് നടക്കുക, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മേ തേസ് തേസ് ചൽത്തി ഹൂ. പെൺകുട്ടികളാകുമ്പോൾ ചൽത്തി എന്നും ആൺകുട്ടികളാകുമ്പോൾ ചൽത്താ എന്നുമാണ് എഴുതേണ്ടത്. പിന്നെ മേ എന്ന ആദ്യം വരുമ്പോൾ ഹൂ എന്നാണ് അവസാനം വരേണ്ടത്. മേ തേസ് തേസ് ചൽത്തി ഹേ എന്ന് എഴുതരുത്, ഹൂ എന്ന് തന്നെ എഴുതണം. ഞാൻ വളരെ പതുക്കെയാണ് ഭക്ഷണം കഴിക്കാറ്. മേ ധീരെ ധീരെ ഖാത്തി ഹൂ. ഇതിലും പെൺകുട്ടികളാവുമ്പോൾ ഖാത്തി എന്നും ആൺകുട്ടികളാവുമ്പോൾ ഖാത്ത എന്നുമാണ് എഴുതേണ്ടത്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. झटपट को तैरना आता है. नटखट को नाव बनाना आता है. लिखें आपको क्या क्या आता है. झटपटिന് നീന്താൻ അറിയാം. നട്ട്ഖട്ടിന് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുക എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മുझे कागज़ का फूल बनाना आता है. എനിക്ക് പേപ്പർ കൊണ്ട്
പൂ ഉണ്ടാക്കാൻ അറിയാം. മുझे കാഗസ് की तितली बनाना आता है. എനിക്ക് പേപ്പർ കൊണ്ട് പൂമ്പാറ്റ ഉണ്ടാക്കാൻ അറിയാം. മുझे സൈക്കിൾ ചലാന ആത്താ ഹെ. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. മുझे ഖാന ബനാന ആത്താ ഹെ. എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം. ഇനി അടുത്ത ആക്ടിവിറ്റി സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസസ് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ആദ്യത്തെ സെൻറ്റൻസ് ശരിയാണോ നോക്കിയാലോ. ദോനോ ഭായ് അപ്നെ ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹെ. രണ്ട് ബ്രദേഴ്സും അവരുടെ തന്നെ ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആണോ? അല്ല അല്ലേ. അവർ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അല്ലേ. അടുത്ത സെൻറ്റൻസ് വായിക്കാം. നട്ഖട്ട് കോ ഗിട്ടി പെരാന ആത്താ ഹെ. നട്ഖട്ടിന് കല്ലെറിയാൻ അറിയാം, വെള്ളത്തിലേക്ക് എറിയാൻ അറിയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായ കാര്യം തന്നെയാണ് അല്ലേ. ഇനി അടുത്തത് വായിക്കാം. നട്ഖട്ട് ഹമേഷ റോത്താ ഹുവ സ്കൂൾ ആത്താ ഹെ. നട്ഖട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിലേക്ക് വരിക. അങ്ങനെ ഒരു കാര്യം കഥയിൽ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ബഡാ ബായ് പാഞ്ച്വി കക്ഷാമേ പഠിത്താ ഹെ. ചേട്ടൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അത് ശരിയാണ്. झटपट को स्कूल के रास्ते में कई बार छोटे का इंतज़ार करना पड़ता. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് झटपटिന് കുറേ നേരം അനിയനെ കാത്തു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് അല്ലേ. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ആക്ടിവിറ്റി നോക്കാം. അനുഭവ് ബാंटे. झटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का वादा करते हैं. इसी प्रकार का आपका कोई अनुभव बांटे. നട്ഖട്ട് झटपटिന് കടലാസ് തോണി ഉണ്ടാക്കാനും झटपट നട്ഖട്ടിനെ പുഴയിൽ നീന്താനും പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് വല്ല അനുഭവം ഉണ്ടെങ്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. मैं इकलौती बच्ची हूँ. मेरी एक चचेरी बहन है. वो तमिलनाडु में रहती है तो मैंने उसे मलयालम सिखाया. उसने मुझे പട്ടാക്കെ ഫോഡ്ന സിഖായ. ഞാൻ ഒറ്റക്കുട്ടിയാണ്, സിംഗിൾ ചൈൽഡാണ്. എനിക്കൊരു കസിൻ സിസ്റ്റർ ഉണ്ട്. അവളുടെ വീട് തമിഴ്നാട്ടിലാണ്. അവൾക്ക് മലയാളമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അവളെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ എന്നെ പടക്കം പൊട്ടിക്കുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവമാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക. അടുത്തത് പോസ്റ്റർ തയ്യാർ കരേ. झटपट ने नदी में कूदकर नटखट की जान बचाई. मान लें इस पर स्कूल में बधाई समारोह हो रहा है. इसके लिए പോസ്റ്റർ തയ്യാർ കരേ. അടുത്ത ആക്ടിവിറ്റി പോസ്റ്റർ ഉണ്ടാക്കാനാണ്. झटपट നദിയിൽ ചാടി നട്ഖട്ടിനെ രക്ഷിച്ചു അല്ലേ. അപ്പോൾ അവനെ അതിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ബധായി സമാരോഹ്, ഒരു അനുമോദന ചടങ്ങ് അവൻ്റെ സ്കൂളിൽ നടക്കാൻ പോവാണെന്ന് വിചാരിക്കൂ. അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സാമ്പിളായിട്ടൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ബധായി സമാരോഹ്, അനുമോദന ചടങ്ങാണല്ലേ നടക്കുന്നത്. അപ്പോൾ അത് ആദ്യം എഴുതണം. ഛോട്ടെ ബായ് കോ ബച്ചാക്കർ झटपट ബന വീർ ബാലക്. അനിയനെ രക്ഷിച്ച് झटपट ഒരു വീരനായി മാറി. ഇനി എവിടെയാണ് നടക്കുന്നത് എന്ന് വേണം. GHS പാലക്കാട്, ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കണം. സ്കൂൾ സഭാഗ്രഹമേ, സ്കൂളിൽ എവിടെയാണെന്നും കൂടി എഴുതണം. ഓഡിറ്റോറിയത്തിലാണ്. സ്കൂൾ സഭാഗ്രഹ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ എന്നാണ് നടക്കുന്നത്, തീയതി വേണം, സമയം വേണം. 29 ജൂൺ 2024 10 ബജെ. 29 ജൂൺ 2024 10 മണിക്കാണ് നടക്കുന്നത്. അപ്പോൾ 10 ബജെ എന്ന് എഴുതണം. 10 മണിക്ക് എന്നുള്ളതാണ് 10 ബജെ. ഉദ്ഘാടക് പ്രധാൻ അധ്യാപക്, ഉദ്ഘാടനം ചെയ്യുന്നത് HM ആണ്. പുരസ്കാർ വിതരൺ പഞ്ചായത്ത് അധ്യക്ഷ്, പ്രൈസ് കൊടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പഞ്ചായത്ത് അധ്യക്ഷ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. സബ്കാ ഹാർദിക് സ്വാഗത് അധ്യാപക് അഭിഭാവക് സംഘ്, അധ്യാപകരും PTAയും കൂടിയിട്ട് എല്ലാവരും വെൽക്കം ചെയ്യാണ്. അടുത്തത് നോക്കാം. ചർച്ച കരേ. मान लें आपको तैरना नहीं आता. नटखट की जान बचाने के लिए आप क्या करते. നമുക്ക് നീന്താൻ അറിയില്ല,
അപ്പോൾ ഝട്പട്ടിന് പകരം നമ്മളായിരുന്നു ആ സിറ്റുവേഷനിലെങ്കിൽ നട്ട്ഖട്ടിനെ രക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. मैं चिल्लाकर गाँव वालों को उसे बचाने के लिए बुलाऊंगी. അവനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഗ്രാമവാസികളെ ഉച്ചത്തിൽ വിളിച്ചു കൂട്ടും. അടുത്തത് നോക്കാം. समझें लिखें. नमूने देखें. रेखांकित अंश पर ध्यान दें. अर्थभेद समझें. മാതൃകകൾ നോക്കൂ, എന്നിട്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ടുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ബോക്സ് പ്രസൻറ്റ് ടെൻസിലും രണ്ടാമത്തെ ബോക്സ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. झटपट दौड़ लगाता है. झटपट दौड़ लगा रहा है. झटपट ഓടുന്നു, झटपट ഓടിക്കൊണ്ടിരിക്കുകയാണ്. झटपट और नटखट दौड़ लगाते हैं. झटपट और नटखट दौड़ लगा रहे हैं. झटपട്ടും നട്ട്കട്ടും ഓടുന്നു, झटपട്ടും നട്ട്കട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. मछली तैरती है. मछली तैर रही है. മീൻ നീന്തുന്നു, മീൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നദിയാ ബഹ്തി ഹെ. നദിയാ ബഹ് രഹി ഹെ. നദികൾ ഒഴുകുന്നു, നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ ലഗാത്ത, ലഗാ രഹ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പുല്ലിംഗം സിംഗുലറായിട്ട് വരുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലഗാത്ത, ലഗാ രഹ. അതേപോലെ തന്നെ झटपट और नटखट പ്ലൂറൽ വരുമ്പോൾ ലഗാത്തേ, ലഗാ രഹേ എന്നൊക്കെ വേണം ഉപയോഗിക്കാൻ. പുല്ലിംഗത്തിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ. പിന്നെ സ്ത്രീലിംഗം ആവുമ്പോൾ സിംഗുലറും പ്ലൂറലും രണ്ടും ഒരേപോലെയാണ് ഉപയോഗിക്കാം. മച്ച്ലി തൈർത്തി ഹെ. നദിയാ ബഹ്തി ഹെ. മച്ച്ലി സിംഗുലറാണ്, അപ്പോഴും നമ്മൾ തീ എന്നാണ് എഴുതിയത്. തൈർത്തി. നദിയ എന്ന് പറയുന്ന പ്ലൂറലാണ്, അപ്പോഴും നമ്മൾ ബഹ്തി, തീ എന്നാണ് എഴുതിയത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേം. ഫസ്റ്റ് ബോക്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിലും സെക്കൻഡ് ബോക്സിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് എഴുതേണ്ടത്. നട്ട്കട്ട് റോത്താ ഹെ. നട്ട്കട്ട് റോ രഹാ ഹെ. പിന്നെ ഇപ്പുറത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് झटपट और नटखट स्कूल से आ रहे हैं. झटपट और नटखट स्कूल से आते हैं. അടുത്തത് नाव चल रही है. नाव चलती है. सर्दियाँ शुरू होती हैं. सर्दियाँ शुरू हो रही हैं. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്ത പോലത്തെ തന്നെ കൺവേർഷനാണ് ഇവിടെയും ചെയ്യേണ്ടത്. അടുത്തത് ഒരു കോൺവെർസേഷനാണ്. ബാത്ചീത് ലിഖേं. मान लें नटखट ने घर पहुंचकर रास्ते की सारी घटनाएं माँ को बता दी. दोनों के बीच की बातचीत लिखें. നട്ട്കട്ട് വീട്ടിൽ വന്നിട്ട് അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ അമ്മയും നട്ട്കട്ടും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അമ്മ എന്തായിരിക്കും ചോദിക്കുക? എന്താണ് നിങ്ങൾ ഇന്ന് വൈകി വന്നതെന്നല്ലേ ചോദിക്കുക. അരെ തുമ്ഹേ ഇത്നി ദേരി ക്യോ ഹുയി. ഇത്ര ലേറ്റ് ആവാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് അമ്മ. അപ്പോൾ നട്ട്കട്ട് പറയാണ് മേരി വജസേ ഹുയി മാ. ഞാൻ കാരണമാണ് വൈകിയത് എന്ന് പറയാണ്. അപ്പം അമ്മ ചോദിക്കുകയാണ് ക്യോ ക്യാ ഹുവാ. എന്താ പറ്റിയത്? നട്ട്കട്ട് പറയാണ് മേ पैर फिसल कर नदी में गिर पड़ा. എൻ്റെ കാല് വഴുക്കിയിട്ട് ഞാൻ നദിയിലേക്ക് വീണു. തൂ നദി കിനാരെ ക്യോ ഗയാ. നീ നദിയുടെ തീരത്തേക്ക് എന്തിനാണ് പോയേന്ന് അമ്മ ചോദിക്കുകയാണ് നട്ട്കട്ടിനോട്. അപ്പോൾ അവൻ പറയുകയാണ് കാഗസ് കി നാവ് ബഹാനെ കെ ലിയെ. കടലാസ് തോണി ഒഴുക്കാനായിട്ടാണ് ഞാൻ പോയത്. ഫിർ എന്നിട്ട് എന്ത് പറ്റി എന്നമ്മ ചോദിക്കുമ്പോൾ നട്ട്കട്ട് പറഞ്ഞു ബഡേ ബായിനെ മേരി ജാൻ ബച്ചായി. ചേട്ടൻ എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് പറയാണ്. അപ്പം അമ്മ പറയുന്നു അച്ഛാ ഹുവ, നന്നായി. ആജ് സേ തും അക്കേലെ കഹി മത് ജാന. ഇനി മുതൽ നീ തനിച്ച് എവിടേക്കും പോണ്ട എന്നമ്മ പറയാണ്. അപ്പം നട്ട്കട്ട് പറയാണ് ठीक है माँ. ശരി അമ്മ എന്ന് പറയാണ്.
ഇനി നമുക്ക് ഈ ലെസണിലുള്ള കുറച്ച് വിലോം ശബ്ദം നോക്കാം. വിലോം ശബ്ദം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്സ്. ബഡ ചോട്ട, വലിയ ചെറിയ, ആന ജാന, വരുക പോകുക, തേസ് ധീരെ, വേഗത്തിൽ പതുക്കെ, ആകെ പീച്ചെ, മുൻപിൽ പുറകിൽ, ചിക്നി കുർദുരി, മിനുസമുള്ളത് റഫായിട്ടുള്ളത്, ഭാരി ഹൽക്കി, ഭാരമുള്ളത് ഭാരം കുറഞ്ഞത്. കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു, അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഈ ലെസനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ. സ്നേഹപൂർവ്വം മാളവിക.